ബിലാസ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് അപ്ഡേഷനാണ് തരുന്നത്. വാസ്തവത്തിൽ കൊള്ളാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ബോറടിയൊന്നും ഇല്ലാതെ കാണാൻ പറ്റി. എപ്പിസോഡിൻ്റെ കാര്യമാണ്, ലൈവ് സെഷൻ അല്ല. ലൈവ് സെഷൻ എപ്പോഴും അടിയും കുത്തും ലഹളയാണ്, ആസ് യൂഷ്വൽ. വഴക്ക് ഇതിനെയും ഉണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം കാര്യങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് കൂടുതലായിട്ട് എടുത്തത്. അപ്പോൾ ഇന്നത്തെ തുടക്കം തന്നെ ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ്. സൂപ്പർ. നല്ല സമരം മുറയൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് പോയ ആൾക്കാർ, നല്ല രാഷ്ട്രീയ ഭാവിയുണ്ട് കേട്ടോ. ആരായിരുന്നാലും സമരത്തിന് ജയ് വിളിച്ചവർക്കൊക്കെ നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടെന്ന് മാത്രമേ ആ ഒരു ഗ്യാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബഹളത്തിനെ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ കാന്താരി മുളക് ടാസ്ക് വന്നു, അത് നല്ലൊരു ഓപ്ഷനായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ ഈ ടാസ്കിലുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ, കാര്യം അറിയാതെ. ഇനിയിപ്പോൾ അവർക്ക് എപ്പിസോഡ് എൻഡിങ്, അതായത് സാറ്റർഡേ സൺഡേ വരുമ്പോഴത്തേക്ക് മോഹൻലാൽ പറയുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അവർ ചെയ്ത മിസ്റ്റേക്കിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്ന്. അതിനകത്തിരിക്കുമ്പോൾ അറിയാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഈ കാന്താരി മുളക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാന്താരി മുളക് ലെവലൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം പിടികിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന ആദ്യത്തെ ടാസ്ക് കൊടുത്ത്, അതായത് 2 പേഴ്സൺസിനെ 2 ടീമുകളെ എടുക്കും, 2 പേഴ്സൺസായിട്ട്. ആ പേഴ്സൺസിൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ കൊടുത്ത്, ഓരോ വിഷയങ്ങൾ കൊടുത്ത് അതിൽ ഡിബേറ്റ് വയ്ക്കുന്നതാണ്. ആ ഡിബേറ്റാണ് കാന്താരി മുളക് എന്നതുകൊണ്ട് പുള്ളി ഉദ്ദേശിച്ചത്. ബിഗ് ബോസ് ഉദ്ദേശിച്ചത് കാന്താരി മുളകായിട്ട് നിന്ന് അത് പറയണം, അതായത് നല്ല എരിവുള്ള നല്ല സൂപ്പർ പവറായി നിന്ന് പറയണം എന്നുള്ളതാണ്. പക്ഷേ വളരെ തണുത്ത ഒരു ഇതായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാനൊരു കാര്യമുണ്ട്, ഇതിനകത്ത് നിവിൻ മാത്രമാണെന്ന് തോന്നുന്നു ബിഗ് ബോസിൻ്റെ റിയൽ പ്ലേ മനസ്സിലാക്കിയ ഒരാൾ. കുറച്ച് കാം ആൻഡ് ക്വയറ്റ്, കാമാണ്, ക്വയറ്റാണ്, പിന്നെന്താ കുറച്ച് നമ്മളെ ഒന്ന് ചിരിപ്പിക്കുന്ന ഒരാൾ, ഒരു അങ്ങനെ ഒരാളായിട്ട് നിവിനാണ്. കുറച്ച് സീരിയസ് ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നത് അനീഷാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഗെയിം ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നൂറയും ശാരികയും വന്നിട്ട് ഡിബേറ്റ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹോട്ട് സീറ്റിനെ പറ്റിയിട്ടാണ്. ഹോട്ട് സീറ്റിൽ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ശാരികയുടെ വാദവും, പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് അത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് നൂറയുടെ വാദവുമാണ്. അതിൽ വാദഗതി മുന്നോട്ട് വയ്ക്കുന്ന ശാരിക അട്ടർ ഫ്ലോപ്പായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതേസമയം നൂറ പറഞ്ഞത് കൃത്യമാണ്, നൂറ സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജഡ്ജസ് എന്ന് പറയുന്ന മണുഗുണാഞ്ചന്മാർ ചൂസ് ചെയ്തത് ശാരികയാണ്, അത് തെറ്റാണ്. ഒരു കാരണവശാലും ശാരിക പറഞ്ഞത് കറക്റ്റ് അല്ല. ഈ പൈസ കൊടുത്തിട്ടാണ് അതിനകത്ത് ഈ ഹോട്ട് സീറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. ഹോട്ട് സീറ്റിൽ പൈസ കൊടുത്ത് വന്നിരിക്കുന്നത് കഥ പറയാനാണോ? ഹോട്ട് സീറ്റ് സെൻസേഷണൽ ആയിട്ടുള്ള സംഗതിയല്ലേ, അതിനകത്ത് വന്നിരുന്ന കഥയാണോ പറയേണ്ടത്? പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാലേ ആളുകൾ കൂടുതൽ അട്രാക്റ്റീവായി അത് കാണുകയുള്ളൂ. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവർ അതിനകത്ത് പോയാൽ മതി, അല്ലാത്തൊരു പോകരുത്. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അഥവാ അതിനകത്ത് നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ കുറ്റപ്പെടുത്തരുത്. പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്, ആ പേയ്മെൻറ്റ് ഇൻ റിട്ടേൺ കിട്ടണം എന്നുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 100% ആ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവർ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് പോവുക എന്നുള്ളതാണ്. അതിനകത്ത് ചോദ്യങ്ങൾ പാടില്ല എന്ന ശാരികയുടെ ആ ഒരു നോർമലൈസേഷൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവർക്ക് ആ ഒരു കാര്യം മനസ്സിലായില്ല എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനി ഇതേ പറയണ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ചൂസ് ചെയ്യേണ്ടിയിരുന്ന നൂറയാണെങ്കിൽ പോലും ഈ മണുഗുണാഞ്ചന്മാർ, ഈ അതിനകത്തിരിക്കുന്ന അനീഷ് ആൻഡ് ടീമാണല്ലോ, അതിൽ അനീഷൊക്കെയാണ് ഇതിൻ്റെ ജഡ്ജസ് ആയിട്ടിരിക്കുന്നത്. അവർ ചൂസ് ചെയ്തിരിക്കുന്നത് ശാരികയാണ്. തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കാരണവശാലും ശാരിക അതിനകത്ത് ജയിക്കാൻ പാടില്ലായിരുന്നു, റോങ് ഡിസിഷൻ. രണ്ടാമത് വന്നത് നിവിൻ ശൈത്യ വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശൈത്യയോടുള്ള എല്ലാ റെസ്പെക്റ്റും പോയി. നിവിനോട് കുറച്ചൊരു അക്സെപ്റ്റൻസ് തോന്നുന്നു. കാരണം ഈ ഗെയിം എന്താണെന്ന് മനസ്സിലായത് നിവിനാണെന്ന് ഈ ഒരൊറ്റ ഇത് മാത്രം കണ്ടാൽ മതി മനസ്സിലാകും. നിവിൻ കറക്റ്റാണ് പറഞ്ഞത്, ശൈത്യ റോങ്. പക്ഷേ ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള കാരണങ്ങളാണെങ്കിൽ പോലും നിവിനെയാണ് അവർ ജയിച്ചത്. ബിഗ് ബോസിൽ നിൽക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ശൈത്യ പറയണോ എനിക്ക് ഇന്ന കാരണങ്ങളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചായിപ്പോയി. അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും തക്കവണ്ണം ഒരു പ്ലേ ശൈത്യ ഇവിടെ കളിച്ചിട്ടില്ല. സോ ശൈത്യ ഒരുപാട് കാലം നിൽക്കാൻ ചാൻസ് കുറവാണ്, ഔട്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ നിവിൻ പോയിൻ്റാണ് പറഞ്ഞത്, കറക്റ്റ് പോയിൻ്റാണ് പറഞ്ഞത്. ഇതിൽ നിവിനെ സെലക്ട് ചെയ്തത് ഓക്കെയാണ്. പക്ഷേ എന്നാലും ശൈത്യക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നെന്ന് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് അവർ ഇത്രയും സ്ട്രെങ്തനോട് പറഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം അവരെ റിജക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ശൈത്യ ഇടയ്ക്കിടയ്ക്ക് നിവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ ഗെയിമിൻ്റെ ഒപ്പോസിഷൻ ആയതുകൊണ്ടാണ് എന്ന് അനീഷ് പറയുന്നുണ്ടായിരുന്നു. നമുക്കത് ഓക്കെ ആക്കാം. ഇതിൽ നവിനാണ് ജയിച്ചിട്ടുള്ളത്. അടുത്ത് വന്നത് അഭിലാഷ് ആൻഡ് അക്ബർ ഖാനാണ്. ഇൻഡിവിജ്വലായി നിൽക്കുകയാണ് വേണ്ടതെന്ന് അഭിലാഷും പറയണം, ഗ്രൂപ്പ് വേണമെന്ന് അക്ബർ ഖാൻ. അത് ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ അക്ബർ ഖാൻ പറഞ്ഞത് മുഴുക്ക ഫേക്കാണ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല.
നമ്മൾ പോയിരിക്കുന്നത് ബിഗ് ബോസിലാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് അയാളത് പറയണത്. ബിഗ് ബോസിൽ എന്തുവാണ് ഗ്രൂപ്പിസം? അവിടെ ഗ്രൂപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഒരു ഗ്രൂപ്പിനല്ലല്ലോ പ്രൈസ് കൊടുക്കുന്നത്, അവിടെ ഒരു പേഴ്സണലി പ്രൈസ് കൊടുക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഗ്രൂപ്പിസം വേണം എന്ന് പറഞ്ഞ അക്ബർ ഖാൻ റോങ് ആണ്. ഗ്രൂപ്പ് ഒരിക്കലും അവിടെ പാടില്ല, ഗ്രൂപ്പിസം കളിക്കാനും പാടില്ല എന്നുള്ളതാണ്. അഭിലാഷ് ഇൻഡിവിജ്വലായി നിൽക്കണം എന്ന് പറഞ്ഞ അഭിലാഷിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്, സൂപ്പറാണ്. അതിന് ഒരു എക്സ്പ്ലനേഷൻ പോലെ അക്ബർ ഖാൻ പറഞ്ഞത് ഈ എന്താ പിന്നെ നമ്മുടെ കൊമ്പൻ ഒറ്റയ്ക്ക് വരും, മറ്റേ കൂട്ടമായി വരുന്ന ആനകൾ ആരെയും ഒന്നും ചെയ്യത്തില്ലെന്ന്. കൊമ്പൻ ഒറ്റയ്ക്കായിട്ട് വരുമോ ഇനി അല്ലാതെ എന്തായിട്ട് വരുമോ ഒക്കെ ചെയ്താലും കൊമ്പനെ കാണുമ്പോൾ പേടി തന്നെയല്ലേ എല്ലാവർക്കും. ആ പേടി വേണമല്ലോ. തനിച്ചാണെങ്കിലും പവറായി നിൽക്കുന്ന ആൾക്കാർക്കാണ് അക്സെപ്റ്റൻസ് ഉള്ളത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് അതാണ്. പക്ഷേ ഇവിടെയും ഇവർ ചൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അക്ബർ ഖാൻ റോങ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ തീർച്ചയായിട്ടും ഈ അക്ബർ ഖാൻ പറഞ്ഞ കാര്യത്തിനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അഭിലാഷ് പറഞ്ഞതാണ് ശരിയെങ്കിൽ പോലും അക്ബർ ഖാനാണ് അവർ പ്രൈസ് കൊടുത്തത്. അതൊരു റോങ് ഡിസിഷൻ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി വന്നത് ഷാരികയും ഒനീലുമാണ്. മെഡ് എവിക്ഷനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. പൊളിച്ച് കയ്യിൽ കൊടുത്തു ഒനിൽ എന്നുള്ളതാണ്. ഷാരിക വെറും ഒരു ഡമ്മി പീസാണെന്ന് ഈ ഒരൊറ്റ സെഷനിൽ കൂടെ മനസ്സിലാവും. പൊളിച്ച് കയ്യിൽ കൊടുത്തു ഒനിൽ. അത് കറക്റ്റാണ് അയാൾ പറയണത്. ഷാരിക പറയണത്, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇത്ര പോയിന്റ്സ്, ഞാനിവിടെ മിഡ് എവിക്ഷൻ വരത്തില്ലായിരുന്നു, എനിക്ക് എൻ്റെ കൂടെ നിന്നവരെ ഞാൻ ചൂസ് ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്നവർ നല്ലപോലെ കളിച്ചു, ഇത് എന്തൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു. ഷാരിക പറഞ്ഞതൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അത് പേഴ്സണൽ, അത് കട്ട് ചെയ്യാം. പോയിന്റ്സ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഒനിൽ പുറത്ത് പോയിട്ട് അകത്തേക്ക് വന്നല്ലോ. പോയിന്റ്സ് 0 ലെവലിലാണല്ലോ പോയത്. പക്ഷെ ഷാരികയുടെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു എന്നും അങ്ങനെ എന്തോ ഒന്നാണ് മിഡ് എവിക്ഷന് പറഞ്ഞത്, കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ആ പറഞ്ഞതിനൊക്കെ ഖണ്ഡനം കൊടുത്തുകൊണ്ട് ഒരൊറ്റ വാക്കി തീർത്തു. ഞാൻ പോയിന്റ്സ് ഏൺ ചെയ്യാതെയല്ല പുറത്തേക്ക് പോയത്, ഞാൻ പോയിന്റ്സ് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തൊരു വ്യക്തിയാണ്. അത് അനീഷിൻ്റെ പ്ലേ കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയിന്റ്സ് നഷ്ടപ്പെട്ടത്. ഞാൻ ചൂസ് ചെയ്ത വ്യക്തികൾ സൂപ്പർ ആയിരുന്നു, അവർ നന്നായി കളിച്ചു എന്ന്. ഷാരിക പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ ആൾക്കാരുടെ കുറവുണ്ടായിരുന്നു, അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സൂപ്പർ ഇത് കിട്ടുമായിരുന്നു. അത് നിൻ്റെ കുഴപ്പമാണെന്നും നീ ചൂസ് ചെയ്ത ആളുകളുടെ കുഴപ്പമല്ല എന്നും ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ നീ കാണിച്ച പിഴവാണ് അതെന്നും ഒനിൽ പറയുമ്പോൾ ഒനിൽ സൂപ്പറായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഒനിലിനെ അവർ ചൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. പിന്നെ വന്നതാണ് രേണു ആൻഡ് ബിന്നി. ശുചിത്വം നല്ല പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രേണു പറഞ്ഞത് മുഴുവൻ ഭ്രാന്തിൻ്റെ ഒരു വർത്തമാനമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കുളവില്ല, കുളിക്കാൻ വെള്ളമില്ല, അതില്ല ഇതില്ല, ഫേക്ക് എക്സ്പ്ലനേഷൻസ്. ക്ലീൻനെസ് എന്ന് പറയുന്നത് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ ക്ലീൻനെസ് അവർക്ക് ഉള്ളിലില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ നടക്കുന്നത്. ആൻഡ് ദ സെയിം ടൈം ആസ് യൂഷ്വൽ അവരെ ആര് സഹായിച്ചോ അവർക്കിട്ട് താങ്ങുന്നുണ്ട്. ആ മുടി ഫിക്സ് ചെയ്ത് അവരെ ശരിക്കും അങ്ങോട്ട് പറയുന്നുണ്ട്. വളരെ ബോറായിട്ടുള്ള അഭിപ്രായമാണ്. രേണു ഇത് എന്ന് പഠിക്കും എന്നെനിക്ക് അറിയത്തില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തത്, അവർ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവരുടെ മുടിയിൽ അത് ഫിക്സ് ചെയ്ത് കൊടുത്തത്. ഡീപ്രൊമോട്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കഷ്ടമൊന്നല്ലാതെ ആ കമ്പനിക്കാരെ ഓർത്ത് ഭയങ്കര സങ്കടമുണ്ട്. പാവം, ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം രേണുവിനെ പോലെ ഒരാളും ഇനി ഒരു പ്രൊമോഷൻ സംഗതി കൊടുക്കരുത്. കാരണം അവൾ അതിന് നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് തരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പേമ്പുഴുപ്പി ആ പറഞ്ഞത്. പേമ്പുഴുത്ത് കിടക്കുകയാണ്, പുഴു അരിച്ച് കിടക്കുന്ന ഒരു സാധനം. ഇതിൽ നിന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് ഒഴുകി വരുന്നത്, മുടി പിടിച്ചെടുക്കുന്നത്, ടിഷ്യൂവിൽ വന്ന് എടുത്തത്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്തും ഈ റോങ് ഡിസിഷനാണ് ജഡ്ജസ് എടുത്തത്. രേണുവിനാണ് പ്രൈസ് കൊടുത്തത്, ഒരിക്കലും രേണുവിനല്ല. ബിന്നി പറഞ്ഞതാണ് കറക്റ്റ്. അവരൊന്നത് ക്ലീനിൻ്റെ ആളാണെന്ന് ഓർത്ത് നോക്കണം. അവരെ ചൂസ് ചെയ്തതും വൈസിലിയാണ് ബിഗ് ബോസ്. ബിക്കോസ് അവർ OCDയുടെ ആളാണ്, ഓവർ ക്ലീൻ ഡിസോർഡർ ഉള്ള ഒരാളാണ് ബെന്നി എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെ രേണു പറഞ്ഞത് നോൺസെൻസ് ആയിട്ട് പോലും അവരെ ചൂസ് ചെയ്തത് തെറ്റാണ്. ഇനി റെണ ഫാത്തിമയും അനുമോളുമാണ് വന്നത്. പ്രായത്തിനെ ബഹുമാനിക്കൽ, എനിക്ക് ഈ പോയിന്റ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോള് ഹൃദയം കൊണ്ടാണ് പറഞ്ഞത്, റെണ ഫാത്തിമ ഏജ് കുറഞ്ഞതാണെങ്കിൽ പോലും ബ്രെയിൻ കൊണ്ടാണ് പറഞ്ഞത്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ടും കിട്ടും, ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. അച്ഛനെ എടാ എന്ന് വിളിക്കുമെന്ന് വിളിക്കും. മോളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛനെ എടാന്ന് വിളിച്ചാൽ ഭാഗ്യമെന്ന് പറയും. അങ്ങനെയാണ് കുട്ടികളുള്ളത്. റെസ്പെക്റ്റ് കൊടുത്താലേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കുലസ്ത്രീ പരിവേഷം കൊണ്ടൊന്നും ബിഗ് ബോസിലേക്ക് പോയത്. അനു അവിടെ ഫെയിലുവറാണ്. സോ ആസ് യൂഷ്വൽ അനു മിസ്റ്റേക്ക് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാനവാസും ശരത്തുമാണ് അടുത്തത്. സൗഹൃദം നല്ലതാണോ അല്ലയോ എന്നുള്ളത്.
അപ്പോൾ അതിനകത്ത് ഷാനവാസ് പറഞ്ഞ കാര്യവും ശരത്ത് പറഞ്ഞ കാര്യത്തിലും സത്യത്തിൽ ഷാനവാസ് റോങ് ആണ്, ശരത്ത് ജയിച്ചു എന്ന്. സൗഹൃദം നല്ലതെന്ന് തന്നെയാണ് ശരത്ത് പറഞ്ഞത്. അതിൽ അനീഷ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഇതിൻ്റെ ഈ കളി മനസ്സിലായിട്ടില്ല, രണ്ടുപേർക്കും എന്ത് പറയണം എന്നുള്ളത് കൃത്യം ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മിസ്റ്റേക്കൺലി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും കൺഫ്യൂഷനിൽ കുറച്ച് നന്നായി പറഞ്ഞ ശരത്തായതുകൊണ്ട് ശരത്തിന് ഞാൻ ആ പോയിന്റ്സ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഇടപെട്ടിട്ട് ശരത്തിന് ആ പോയിന്റ് കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അനീഷ് കുറച്ച് നന്നായിട്ട് ഈ ഒരു പോർഷൻ കൈകാര്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ പ്രൊഫഷണൽ ലൈഫ് ശൈത്യ ഒരു എക്സ്പ്ലനേഷൻ നടത്തുന്നുണ്ട്. അത് കുറച്ച് രസമുള്ളൊരു ടൈമാണ്. അതിൻ്റെ ഇടയ്ക്ക് നടന്ന ഒരു ടാസ്ക് ഞാൻ കുറച്ച് നേരം കണ്ടപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ മാറി. എന്താണെന്നറിയാമോ, നല്ല കൂർത്ത കമ്പി പോലുള്ള സാധനങ്ങളിലുള്ള ഫ്ലാഗ് കളക്ഷനാണ് അവിടെ പറയുന്നത്. ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്ലാഗ് വയറിനകത്തേക്ക് കുത്തിക്കയറ്റി വെച്ച്, അതായത് നമ്മുടെ പാൻസിൻ്റെയും ബനിയൻ്റെയും ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് ഒളിപ്പിച്ച് വെക്കുകയാണ് അനുമോള്. എന്നിട്ട് കണ്ണാടി, അതായത് നമ്മുടെ ഈ ക്യാമറയെ നോക്കിയിട്ട് നാക്ക് നീട്ടി കാണിക്കുന്നുണ്ട്. അതായത് അവൾക്കറിയാം അങ്ങനെ വെക്കുന്നത് കാണുന്നത് ബിഗ് ബോസ് നമ്മളും ഒക്കെയാണ്, നമ്മളെ നോക്കി എങ്ങനെ കാണിച്ചു എന്നാണ് നോക്കി. അത് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി, അത് ക്യൂട്ട്നെസ് ഓവർലോഡ് ആയിട്ടുള്ളത് തോന്നി. ബാക്കി അവരുടെ ഫൈറ്റും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ശരീരം വിറയ്ക്കണ പോലെ ഫീൽ ചെയ്തു. കാരണം ആർക്കെങ്കിലും കുത്തോ മുറിവേക്കുമോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ടാസ്ക് ഞാൻ കുറച്ച് മാറിയാണ് കണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയില്ല, ബിഗ് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി വരും. അപ്പോൾ അത് എന്നെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. അത് രണ്ടാമത് ഇത് കഴിഞ്ഞിട്ട് അവർ വന്ന് ഹാളിലിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന്, ആ വൈബിൽ നിന്ന് അവർ മാറി മറ്റൊരു ടൈമിലേക്ക് വരുന്നത് നന്നായിട്ടുണ്ട്. കാരണം പരസ്പരം ഇച്ചിരി വഴക്കും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഇഗ്നോർ ചെയ്യാനും മറക്കാനും ആ പിള്ളേർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഒരു ലെവലിലേക്കുള്ള അവരുടെ ഒരു മാറ്റം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ശൈത്യയുടെ പ്രൊഫഷണൽ ലൈഫ് പറയുന്നുണ്ടായിരുന്നു. അവിടെ നടന്നത് വെറും പട്ടി ഷോയാണെന്ന് ഞാൻ പറയും. അതായത് ശൈത്യ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടാവട്ടെ, ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാകട്ടെ, ഒരാൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവരെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തുനിന്ന് വാപൊത്തുക, കുസൃതി കാണിക്കുക, ചിരിക്കുക. സോ ആ വ്യക്തിയുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ആൻഡ് അവർ വിചാരിക്കുന്നതാണ് അവർ 10-18 പേരല്ല അതിൻ്റെ ഓഡിയൻസ്. ഞങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്ന, അല്ല അവർ പറയുന്നതിനകത്ത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചിലർക്കത് മോട്ടിവേഷൻ ആകും, ചിലർക്കത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഫായിരിക്കാം. അങ്ങനെയുള്ള ഇടത്ത് അതിനെ കളിയാക്കിക്കൊണ്ട് ആര്യൻ ചെയ്ത ഒരു കാര്യം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ക തെമ്മാടിത്തരം എന്ന് മാത്രമേ എനിക്കതിന് പറയാനുള്ളൂ. ആൻഡ് ആര്യൻ്റെ ഒപ്പം ഈ കൂട്ടക്കലാശത്തിലൊക്കെ കളിച്ചിട്ട് ശരത്ത് കാണിച്ചൊരു വേലയുണ്ടല്ലോ, 2 ഫ്രോഡുകൾ ആണ് എന്ന് മനസ്സിലാക്കി ഇതിൽ പരം ഒന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് രണ ഫാത്തിമ കിടന്ന് എന്തൊക്കെയോ ബഹളങ്ങൾ, തുപ്പൽ തെറിച്ചു എന്ന് പറഞ്ഞ് ഒനിലിനെ പറയുന്നു. രണ ഫാത്തിമ വിചാരിച്ചിരിക്കുന്നത് പോലെയുള്ള ഗെയിം. ബട്ട് എന്ത് ചെയ്യാം, 19 വയസ്സുള്ളൊരു കുട്ടിയോട് എന്ത് പറയാനാണ്? മെച്യൂരിറ്റി അല്ല, മെച്യൂർഡ് അല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ബാക്കിയുള്ളവർക്ക് അവരെ സഹിക്കേണ്ട ഗതികേട് ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. സോ ഇൻ ടോട്ടൽ എൻ്റെ ഒരു അഭിപ്രായം ഇതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ല, പ്രത്യേകിച്ച് ആ ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അനലൈസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല, നമ്മളൊരു വ്യൂവറാണ്, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്ക് കുറച്ച് പറയാനുള്ള സംഗതികളുണ്ട്. മേ ബി നിങ്ങൾക്കത് മനസ്സിലാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു, കുഴപ്പമില്ല. ആ ഒരു ഈ കൊടി കൊണ്ടുള്ള സർക്കസ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ബാക്കിയുള്ള ബിഗ് ബോസ് ഉൾപ്പെടെ പേടിക്കുന്നുണ്ട് കേട്ടോ, അതിനകത്ത് ബിഗ് ബോസ് ഉൾപ്പെടെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ നഷ്ടമാകത്തില്ല, അത്യാവശ്യം കൊള്ളാം. പിച്ചി മാന്തി തൊട്ടു ഇത് അമ്മാതിരി ഒന്നുമില്ലാത്ത കുറച്ച് ഇൻ്റലക്ച്വലായ, കുറച്ച് കൊള്ളാവുന്ന ഒരു എപ്പിസോഡാണ് ഇത് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ വ്യൂ പോയിന്റ് ഞാൻ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു. കമൻറ്റ്സ് ഇടാൻ മറക്കല്ലേ.